Your call has been forwarded to an automatic voice message system. James? James? നീ ഇവിടെ ഇരിപ്പുണ്ടോ? ഇതെന്തോ ഒരു അവസ്ഥ ഇവിടുത്തെ. നീ എന്നാ ചെയ്യുന്നത്? നീ ഓക്കെ ആണോ ശരിക്കും? ഓ അച്ഛനോ? അച്ഛൻ എന്തിനാ ഇവിടെ വന്നത്? അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? എനിക്കെല്ലാം പോയി. എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ച്, എൻ്റെ സമ്പാദ്യം, എൻ്റെ കുടുംബം, എല്ലാം ഞാൻ കളഞ്ഞു. ഇതെന്താ ഇത്? നീ വല്ലതും കഴിച്ചോ? ഇന്നത്തെ ഭക്ഷണം ഇതാണ്, എൻ്റെ അവസാനത്തെ ഭക്ഷണം. നീ എന്താണ് ഈ പറയുന്നത്? ഇതിനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട്. നിന്നെ ഇവിടെ ഒറ്റയ്ക്കിരുത്തിയിട്ട് ഞാൻ പോകുന്നില്ല. വാ, നമുക്ക് പോകാം. ഇന്ന് നമുക്കൊന്നും സംസാരിക്കണ്ട. എൻ്റെ കൂടെ ഒന്ന് പോരെ? അച്ഛൻ ഇന്നെപ്പോഴൊക്കെ പോകാനാ? അതെന്താ, ജെയിംസ് പള്ളിയിൽ വരുന്നുണ്ടോ? അച്ഛൻ ഞാൻ രാവിലെ തന്നെ ഇറങ്ങാണ്. കാരണം അച്ഛൻ്റെ തടസ്സമായിട്ട് ഞാനിവിടെ നിൽക്കണ്ടായിരുന്നു. ആഹാ, ജെയിംസ് എങ്ങോട്ടായി പോകുന്നത്? ജെയിംസിനപ്പം ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? കൗൺസിൽ ആ വീടൊക്കെ കൊണ്ടുപോയി. ഇനിയിപ്പോ എങ്ങോട്ടാ ജെയിംസ് പോകുന്നത്? ജെയിംസ് എങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് ഇവിടെ തുടങ്ങാം. ഇവിടെ നിന്നല്ല അച്ഛോ, എവിടെയും താമസിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ഉണ്ടാക്കിയതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. എല്ലാം പോയി. എൻ്റെ എല്ലാ ബിസിനസ്സും ഞാൻ നഷ്ടപ്പെടുത്തി. ചൂതുകളി എന്നെ നശിപ്പിച്ചു അച്ഛാ. കൂട്ടുകാരും എന്നെ ചതിച്ചു. സ്വന്തം കുടുംബം പോലും എന്നെ വിട്ടിട്ട് പോയി. എൻ്റെ ജീവിതം ആർക്കും ഒരു ഭാരമാവണ്ട, അച്ഛന് പോലും. ജെയിംസ്, നീ എനിക്ക് ഭാരം തന്നെയാണ്. പക്ഷേ ഈ ഭാരം ചുമക്കാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. മറുത്ത് നീ ഒന്നും പറയണ്ട. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എനിക്ക് ഉറപ്പുണ്ട് ജെയിംസ്, നിനക്ക് സാധിക്കുമെന്ന്. പഴയ കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയണ്ട. നമുക്ക് പുതിയ കാര്യങ്ങൾ സംസാരിക്കാം. നഷ്ടങ്ങൾ മാത്രം എണ്ണുന്നവന് നഷ്ടങ്ങൾ മാത്രമേ എണ്ണാൻ പറ്റൂ. ഞാൻ പറയാതെ തന്നെ നിനക്കത് അറിയാമല്ലോ. കുരിശിലെല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നത് അവർക്ക് തെറ്റി. കുരിശിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സമയമായി. നന്നായി ആരംഭിക്കുക, പ്രാർത്ഥിക്കുക. നീ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഇനിയും നിനക്ക് ആ പൂജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ സാധിക്കും. ഹലോ ഫാദർ സൈമൺ, ഇത് ഞാനാണ്. താൻ എന്ത് ഭാവിച്ചാണ്?
തന്നെക്കുറിച്ച് പരാതികളോട് പരാതികളാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താൻ അവിടെ പള്ളിമുറിയിൽ ആരെ കയറ്റി താമസിപ്പിച്ചേക്കുന്നത്? തനിക്ക് അയാളുമായിട്ട് എന്താ കച്ചവടം? എനിക്ക് ഫോണിൽ കൂടെ ഒന്നും കേൾക്കണ്ട. നാളെ തന്നെ എന്നെ വന്ന് കാണണം. ഞാനിവിടെ ബിഷപ്പ് ഹൗസിലുണ്ടാവും. ശരിയെന്നാ. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന അച്ഛന് ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. തമ്പുരാനെ, ഇതാണ് നീ എൻ്റെ ജീവിതത്തിൽ തന്ന ഉറപ്പ്. വഴിമുട്ടിയ എൻ്റെ ജീവിതത്തിൽ നീ തന്ന ഉറപ്പ്. കുമ്പസാരക്കൂട്ടിൽ നിന്ന് നീ തന്ന ആ ശക്തിയാണ് എന്നെ ഞാനാക്കി നിർത്തിയ എൻ്റെ പൗരോഹിത്യത്തിന് നീ തന്ന വില. അധികാരികൾ മനസ്സിലാക്കാത്തപ്പോഴും കൂടപ്പിറപ്പുകളേക്കാൾ ഏറെ സ്നേഹിച്ച എൻ്റെ ഉറ്റവർ പോലും, എൻ്റെ എല്ലാമെല്ലാമായ ഇടവക ജനങ്ങൾ പോലും ഒളിഞ്ഞും തെളിഞ്ഞും എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞില്ല എൻ്റെ നൊമ്പരങ്ങളേക്കാൾ ഏറെയാണ് നിന്റെ നൊമ്പരങ്ങളെന്ന്. തമ്പുരാനെ, മാപ്പ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നീ തന്നെയാണ് ആ രാത്രിയിൽ ജീവിതം മുട്ടിയ ജെയിംസിന്റെ അടുക്കലേക്ക് എന്നെ വിട്ടത്. നീ തന്നെയാണ് എന്നിലൂടെ അവന് അത്താണിയായി മാറിയത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ജെയിംസിലൂടെ നീ എന്നെ പഠിപ്പിക്കുകയായിരുന്നു നിന്റെ പദ്ധതികൾ എന്താണെന്ന്. സ്നേഹത്തിന്റെ പദ്ധതികൾ, കരുതലിന്റെ പദ്ധതികൾ. തമ്പുരാനെ, നീ തന്ന തിരിച്ചറിവിന് നന്ദി. എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എൻ്റെ ദിവസത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്നാണ്. ഞാൻ ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്ന ഈ പുതിയ ട്രസ്റ്റിൻ്റെ ആരംഭിക്കാൻ കാരണക്കാരനായ ഫാദർ സൈമണ് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് നിന്നും ഇന്ന് ഈ നിൽക്കുന്ന എന്നിലേക്കുള്ള പ്രയാണം ഫാദർ സൈമൺ അച്ഛൻ്റെതാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രമാത്രം സഹായിക്കുന്നതെന്ന്. അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ പുതിയ സംരംഭം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നമുക്കൊരുമിച്ച് തണലായും താങ്ങായും നിൽക്കാം. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉറപ്പ്. കുടുംബ ബന്ധങ്ങളെക്കാൾ അപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാനും നമ്മെ സഹായിക്കുവാനും ഈ പ്രസ്ഥാനം എന്നും കൂടെ ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ഫൗണ്ടേഷന്റെ കാരണഭൂതനായ ഫാദർ സൈമണെ ഞാൻ 2 വാക്ക് പറയാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആരും ഒരിക്കലും തനിയെയല്ല, എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും. അവർ പരസ്പരം കൈപിടിക്കുവാനും സഹായിക്കുവാനും. ഞാൻ നിങ്ങളുടെ മുൻപിൽ വലിയൊരു രഹസ്യം പങ്കുവെക്കുകയാണ്. ജെയിംസിന് പോലും അറിയാത്ത ആ വലിയ രഹസ്യം. ജെയിംസിനെ ശരിക്കും അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചത് ഞാനല്ല, അന്നയാണ്, നിന്റെ ഭാര്യ. ജെയിംസിനെ ശരിക്കും എൻ്റെ മുൻപിൽ എത്തിച്ചത് അന്നയാണ്. ജെയിംസിന്റെ തകർച്ചയിൽ അന്നെ ഒരിക്കലും അവന് വിട്ടുപിരിഞ്ഞിട്ടില്ല. Your call has been forwarded.